തങ്ങളെ വാ. സെറ്റിലെ ഏറ്റവും വലിയ തന്ത വൈബ്. സെറ്റിൽ എങ്ങനെയായിരുന്നു? പാട്ടൊക്കെ പാടി ഫുൾ ഓളമായിരുന്നോ? നാവിന്നൊരു മൂളിപ്പാട്ട് പോലും ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. പണ്ട് നമ്മള് പാമ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യും, പക്ഷേ പ്രായമാകുമ്പോ അത് മാറ്റുമല്ലോ. ഈ ജെൻസി ടീമിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഞാൻ ജെൻസിയാണല്ലോ. കൂടുതലും കോഴിത്തരങ്ങൾ കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഓഫ് സ്ക്രീൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകളോടും അല്ലേ? എപ്പോ ഇല്ല 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 ഒരാളൊപ്പം ഇല്ലാത്തുമ്പോ അയാളെ കുറിച്ച് പറയാൻ പാടില്ല. ടീം ആലപ്പുഴ ജിംഖാന ഇവിടെ സക്സസ് സെലിബ്രേഷൻ ആയിട്ട് ദുബായിൽ നമുക്കൊപ്പം എത്തിയിട്ടുണ്ട്. ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫാമിലി കോമഡി ഇടിപ്പടം. ആലപ്പുഴ ജിംഖാന ടീം റെഡി അല്ലേ? റെഡി. ഗോതയിലേക്ക് ഇറങ്ങിയാലോ? അപ്പൊ ഞങ്ങൾ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻ ആരാണ് എന്തുകൊണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് സിമ്പിൾ ആക്കാം. ഓക്കെ, സെറ്റിലെ ഏറ്റവും വലിയ തന്ത വൈബ്. ബേബി. ആരാ? ബേബി. ബേബി ജി, എന്തുകൊണ്ട്? അല്ല, ഇത് ചുമ്മാ കളിയാക്കി പറഞ്ഞ അവൻ എപ്പോഴും ഭയങ്കര യങ് ആയിട്ട് അല്ലെങ്കിൽ അവന്റെ ആർട്ട് ഫോം ഒക്കെ നമ്മൾ കേൾക്കുന്ന, പക്ഷെ ചില സമയത്ത് പുള്ളിക്കാരൻ എല്ലാവരും ഇന്റർവ്യൂസിലെല്ലാം നമ്മൾ പറഞ്ഞു കേട്ടൊരു കോമൺ കാര്യമാണ് ഖാലിദ് റഹ്മാനെ പറ്റിയിട്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ കാര്യം, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ നിങ്ങളെല്ലാം ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നുള്ളൊരു കാര്യം കേട്ടിട്ടുണ്ട്. ആരാണ് ഈ കൂട്ടത്തിൽ ആ ഫാൻ ബോയ്, ഈ മനുഷ്യന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് എന്റെ ചിരകാല അഭിലാഷമാണ് എന്നൊക്കെ പറഞ്ഞു നടന്ന ഒരു ഫാൻ ബോയ് കൂട്ടത്തിൽ ആരാ? എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും പറഞ്ഞു വരുമ്പോ ആഗ്രഹിക്കുന്നുണ്ട്. അത് എത്ര അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ പുള്ളിയുടെ എല്ലാ സിനിമയും ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. ഒരു സിനിമയായിട്ടൊരു അപ്പോൾ എപ്പോഴും എല്ലാം പുതിയതാണ് എല്ലാ സിനിമയും ഖാലിദ് റഹ്മാൻ്റെ. അപ്പോൾ നമ്മളതിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് പുതിയതാണ് ആസ് ആൻ ആർട്ടിസ്റ്റ്. അതെല്ലാ ആർട്ടിസ്റ്റിനും ഭയങ്കര ആഗ്രഹിക്കും തോന്നുന്നുണ്ടല്ലേ? പിന്നെ ഉറപ്പായിട്ടും യോജിക്കുന്നു. കാരണം റഹ്മാനൊക്കെ മൂവീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്തുള്ള കാസ്റ്റിംഗ് ലൈൻ മോസ്റ്റ് സീനിയറിൽ നിന്നും ഈ ഒരു കാസ്റ്റിംഗ് ലൈനപ്പിൽ വരുമ്പോൾ ഒരു മിക്സ്ഡ് കാസ്റ്റിംഗ് ലൈനപ്പിലേക്കാണ്. ആ ഒരു സമയത്ത് അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്തൊരു പ്രിൻസിപ്പൽ ആസ് എ ഡയറക്ടർ നിങ്ങൾക്ക് എന്താ തോന്നിയത്? എനിക്കൊന്ന് ലുക്മാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് റഹ്മാനൊക്കെ. അപ്പം ആ ഒരു ചേഞ്ച് എന്താ ഫീൽ ചെയ്തത്? അതാ പറഞ്ഞത്, ഓരോ സിനിമയും ഓരോ രീതിയിലാണ്. ഇപ്പൊ ലൊക്കേഷനിൽ തന്നെ പുള്ളിയുടെ മൂഡ് ഓരോ രീതിയിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അങ്ങനെ ഭയങ്കര എന്തോ സീരിയസ് മസാല ഇല്ല. അറിയാലോ, എല്ലാവർക്കും അറിയാം. അങ്ങനെ ഭയങ്കര കൂളാണ്, ചില്ലാണ്. പിന്നെ എനിക്ക് തോന്നിയില്ല എല്ലാ സിനിമയും ഒരു ഖാലിദ് റഹ്മാൻ സിനിമയായിരിക്കും. ഇപ്പം എത്ര സീനിയർ ആണെങ്കിലും അല്ലെങ്കിൽ പുതിയ ആൾക്കാരാണെങ്കിലും ആരോ ചെയ്യുകയാണെങ്കിലും അതിലൊരു ഖാലിദ് റഹ്മാൻ്റെ സിഗ്നേച്ചർ ആയിരിക്കും ആ സിനിമയ്ക്ക് ഉണ്ടാവുക. അത് തന്നെയാണ് അതിൻ്റെ സ്പെഷ്യൽ. കൂട്ടത്തിൽ ഏറ്റവും റീടേക്ക് പോയതാരാ? വോളണ്ടറിലി. അല്ല, ഫൈറ്റ് സീനാണ്. അപ്പോൾ അത് കുറച്ച് പാടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണക്റ്റ് ആവണം, ഓരോ പഞ്ചസും കണക്റ്റ് ആവണം. അങ്ങനെ ഷൂട്ട് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഈ പറയുന്ന ഇപ്പോൾ ചോദിക്കുന്ന പോലെ സ്പെക് ഒറിജിനലാണോ ചോദിക്കുന്ന പോലത്തെ ചോദ്യമായി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് ടൈം എടുത്ത് നമുക്ക് അതിൻ്റെ ഫിസിക്കലായിട്ട് കുറച്ച് പ്രോബ്ലംസ് വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് എനർജി ലോസായി. അപ്പോൾ അങ്ങനെ കുറച്ച് ടേക്ക് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക് എടുത്ത് വീണ്ടും ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയിരുന്നു. അത് വെച്ചിട്ടാണ് എനിക്ക് വരുന്ന എല്ലാ വിശ്വാസം പരിപാടിയും എല്ലാവരും പടം കണ്ടിട്ട് പറയുന്നത് തിയേറ്റർ കുലിങ്ങെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്രയും അടിപൊളിയായിട്ട് കിട്ടിയ ഒരു സാധനമാണ്. അത് അദ്ദേഹം എടുത്തതാണ്. റഹ്മാൻക്ക അതിനു വേണ്ടിയാണ് അത്രയും ടേക്ക് എടുത്തതും. അല്ലെങ്കിൽ ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. വിഗ് വെച്ചതാണോ ബ്ലീച്ച് ചെയ്തതാണോ? ഗെറ്റപ്പിന് വേണ്ടി ബ്ലീച്ച് ചെയ്തതാണ്, ബ്ലോണ്ട് ചെയ്തു. അപ്പൊ അങ്ങനെ പുറത്തൊക്കെ നടക്കുന്ന സമയത്ത് കിട്ടിയ കമന്റ്സുകൾ? വെള്ളമുടി അധികം ഒന്നും പുറത്തിറങ്ങി ഉണ്ടായില്ല. ഇത് കഴിഞ്ഞപ്പം നമ്മൾ പഠിച്ചാൽ മുട്ട അടിച്ചു, തല മൊത്തം അടിച്ചു. കൂട്ടത്തിലെ ആ റൊമാൻറ്റിക് ലോലൻ ആരാണ്? ഇവിടെ വന്നിട്ടില്ല. സന്ദീപ്. ഓക്കെ, അതെന്തുകൊണ്ട്? ഒറ്റ വാക്കിൽ പറഞ്ഞ പിന്നെ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവില്ല. നിങ്ങൾക്കുള്ളിലുള്ള കോഡുകളാണ്. കൂടെ ഒരാളൊപ്പം ഇല്ലാത്തുമ്പോ അയാളെ കുറിച്ച് പറയാൻ പാടില്ല. പെൺകുട്ടികളോട് ചോദിക്കാം, ദ മോസ്റ്റ് കെയറസ്റ്റ് ചേട്ടൻ ഞങ്ങളില്ലേ മുത്തേ, ഞാനില്ലേ മുത്തേ, എന്തിനു പേടിക്കണം? അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നു കൂട്ടത്തില്? ഇല്ല, ഇത് തമാശ രീതിയിൽ ആൻസർ ചെയ്യണമെന്നില്ല. എല്ലാവരും വളരെ കെയർ ചെയ്ത് നിൽക്കുന്ന ആളാണ്. ഇത് പറഞ്ഞു പഠിച്ചു വന്നതുപോലെ
അല്ല ഇത് അതുകൊണ്ട് തന്നെ ഇതില് ആണെന്നോ പെണ്ണെന്നോ അല്ലെങ്കിൽ ഉള്ളൊരു ഫ്രണ്ട്സ് ഗ്യാങ് എന്നുള്ളതായിരുന്നു. അപ്പൊ അതില് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ കസേരയുണ്ട് വാ. തങ്ങളെ വാ. ഇനിയിപ്പോ നമുക്ക് സാന്നിധ്യത്തിൽ തന്നെ സംസാരിക്കാം. ഞങ്ങൾ ആദ്യം ചോദിച്ചു ഈ ഗ്യാങ്ങിൽ ഏറ്റവും കൂടുതൽ തന്തവൈബ് ഉള്ളത് ആരായിരുന്നു? എല്ലാവരും ഒറ്റൊരു ഉത്തരം പറഞ്ഞു, ബേബി ജീൻ എന്ന് പറഞ്ഞു. ചെറുപ്പാണ് ചെറുപ്പം. എന്താ ഇപ്പൊ ഇവർക്ക് ഒരു തോന്നുകയാണ്, ഈ കൂട്ടുകാരന്മാരൊക്കെ 30 വയസ്സുള്ളവരാണ്. അപ്പോ ഒരു 25 വയസ്സുകാരൻ ഒരു 30 വയസ്സുകാരന്റെ പോലെ ആയി. അപ്പൊ ഇവർക്ക് തോന്നുന്നതാണ് ഞാൻ തന്ത വൈബായി അല്ലേ? ലുക്കോ പാട്ട് പാടി നടക്കുന്ന ഇടയിൽ എനിക്ക് പിന്നെ അഭിനയിച്ചാലും കൂടെ കൊള്ളാന്ന് തോന്നിയ ഒരു മൊമെന്റ് എപ്പോഴാണ്? അത് റഹ്മാൻക്ക് വിളിച്ചപ്പോ നല്ലതാ പരിപാടി എന്നൊക്കെ പറഞ്ഞപ്പോ ചെയ്തോക്കാം എന്നുള്ളൊരു പ്ലാനില്. നിസ്സാരമായിരുന്നു അഭിനയം? അല്ല, അതാണോ ഇതാണോ എളുപ്പം? രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും രസവും ഒക്കെ ഉണ്ട്. കൊള്ളാം പരിപാടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ്. കൂട്ടത്തിലെ റൊമാൻറ്റിക് ലോലൻ സന്ദീപ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഇല്ലെങ്കിൽ അത് പറയുന്നത് മോശമായിരിക്കും എന്ന് പറഞ്ഞു. സന്ദീപ് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ചില്ല കൂട്ടത്തിലെ റൊമാൻറ്റിക് ലോലൻ ആരായിരുന്നു എന്ന്. സന്ദീപ് എന്തുകൊണ്ടാണ്? എനിക്കറിയത്തില്ല ആരാ പറഞ്ഞത്. ഇവരെല്ലാരും അല്ലാതെ ആർക്കെങ്കിലൊക്കെ കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇല്ലാത്ത ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് കൊടുത്തായിരിക്കും. അത്രേ ഉള്ളൂ. ഇല്ല, ആലപ്പുഴ ജിംഖാനയില് കൂടുതലും കോഴിത്തരങ്ങൾ കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഓഫ് സ്ക്രീൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. മെത്തേഡ് പിടിച്ചിട്ട് മെത്തേഡ് ആക്ടിങ്ങിന്റെ ഭാഗം ജൂനിയർ ആർട്ടിസ്റ്റുകളോടും അല്ലേ? അത് ഞാനല്ല ധൈര്യക്കണം നടക്കുക. ആക്ച്വലി ഈ സിനിമയിലേക്ക് ചോദിച്ച് കയറി വന്ന സാഗർ കോട്ടപ്പുറങ്ങൾ എന്ന് വെച്ചാൽ കാലത്തൊക്കെ ഈ ഒരു സിനിമ അനൗൺസ് ചെയ്യുന്നു, ഈ പടത്തിൽ ഞാൻ എന്തായാലും ഉണ്ടാവൂലേ? റഹ്മാൻക്ക് എൻ്റെ ഇടയ്ക്ക് സ്നേഹത്തോടെ മറ്റേ സ്ക്രിപ്റ്റിലില്ലാത്തവനെ സിനിമ നശിപ്പിക്കാവുന്നവനെ എന്നൊക്കെയാണ് വിളിക്കാറ്. ഞാൻ ഒന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോയതാണ് കടവന്തറയിൽ. അപ്പോൾ ഞാൻ പോയി ചാൻസ് ചോദിച്ചു. അപ്പോൾ റഹ്മാൻക്ക് ഫോൺ എടുത്തപ്പോൾ പറഞ്ഞ് ഇതുപോലെ ആൻഡ്രൂ AD കോൺടാക്ട് ചെയ്യുന്നു പറഞ്ഞു. അന്ന് വൈകുന്നേരം അറിയാതെ ഒരു സ്ഥലത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോൾ അന്ന് അവിടെ റഹ്മാൻക്ക് ഒന്ന് പ്ലാൻ ചെയ്ത് പിന്നെ ഒരു 3 മാസം വൈകിട്ട് 3 മണിയാകുമ്പോൾ സ്റ്റെമ്പും ബാറ്റൊക്കെ എടുത്തിട്ട് അവിടെ ഇരിക്കും എല്ലാ 3 മാസവും. അപ്പൊ അങ്ങനെ സിനിമ കോമൺ ആയിട്ട് എല്ലാ സിനിമയിലും അടി സീൻ എല്ലാ സിനിമയിലും ഉണ്ടാവും. നാടൻ തല്ല് പ്രത്യേകിച്ച് ലുക്മാനോട് വെച്ചാൽ അറിയാൻ പറ്റും. നാടൻ തല്ല് സിനിമയിലൊക്കെ നമ്മൾ പരിയാണ്, പക്ഷെ പ്രൊഫഷണൽ ആയിട്ട് അടിക്കാൻ ഇറങ്ങിയ പടമാണ് ജിംഖാന. എന്താണ് വ്യത്യാസം? ജിംഖാന ഈ ബോക്സിംഗ് ബേസ്ഡ് സ്റ്റോറിയാണല്ലോ. അപ്പോൾ ഇവരെല്ലാവരും ബോക്സേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ സ്ട്രീറ്റ് ഫൈറ്റ് ആണെങ്കിലും അത് ഒരു ബോക്സറിൻ്റെ പോലെ തന്നെ ആവണം എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഒരു 6 മാസം മുമ്പ് ബോക്സിംഗ് പ്രാക്ടീസ് തുടങ്ങി, വർക്കൗട്ട്, വെയ്റ്റ് ട്രെയിനിങ് എല്ലാം ഒരുമിച്ചുണ്ടായി. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ആ വ്യത്യാസം മറ്റ് നമ്മൾ സ്ഥിരം സിനിമ ഉണ്ടാവുന്ന ഫൈറ്റിൽ നിന്ന് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇത് ഭയങ്കര ഒരു ബോക്സർ ഫൈറ്റിലോട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. തോന്നുന്നു ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് തോന്നുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്തില്ല. ഈ ജെൻസി ടീമിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഞാൻ ജെൻസിയാണല്ലോ. അതെ ആണാണ് ഇവർ ഈ ഞങ്ങളേത് ഇളയതാണ് ഇളയതായിരുന്നു പക്ഷേ എന്നുള്ളതാ. ഇവര് എന്തെങ്കിലും ഈ ജെൻസി ടീം കോഡുകളൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? നമ്മുടെ കാലഘട്ടത്തിന് അറിയാതെ പോകുന്ന കാര്യങ്ങൾ. ഖാലിദ് റഹ്മാൻ ആസ് എ ഡയറക്ടർ ഏറ്റവും കൂടുതൽ തെറി ഡയറക്ടറുടെ കേട്ട ആളുകൾ ഈ കൂട്ടത്തിൽ ആരാണ്? നല്ല വലിയ തെറി കേട്ടാണോ കൂടുതൽ ആർട്ടിസ്റ്റുകളോട് അങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകളോട് മോശമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ക്രീനിൽ കാണും, അത് പുള്ളിക്കാരനും അറിയാം. അപ്പം മാക്സിമം സഹിച്ച് അല്ലെങ്കിൽ അങ്ങനെ തെറിയായിട്ടോ അല്ലെങ്കിൽ ചീത്തയായിട്ടോ അങ്ങനെ ഒന്നും ആയിരിക്കില്ല പറയുക. വിളിച്ച് കാണിച്ചിട്ട് ഇത് മോണിറ്ററിൽ കാണിച്ചിട്ട് നോക്കി മോശമല്ലേ പോയി മാറ്റി ചെയ്യും, അത്രേ പറയുള്ളൂ. അതെ, വളരെ മാന്യനാണ്. സെറ്റിൽ എങ്ങനെയായിരുന്നു? പാട്ടൊക്കെ പാടി ഫുൾ ഓളമായിരുന്നോ? അവന്റെ വാക്ക് നാവിന്ന് ഒരു മൂളിപ്പാട്ട് പോലും ഞങ്ങൾ ആരും കേട്ടിട്ടില്ല.
ആ മൂളിപ്പാട്ട് ഇപ്പൊ ഒന്ന് പാടാവും. അവന് ഓൾറെഡി പാടി ക്ഷീണിച്ചാ വന്നിരിക്കുന്നത് ഇന്ന് അതെ, രാവിലെ. നൃത്തം പരിപാടി കഴിഞ്ഞ്. അതെ. ആ ഈ അടുത്ത് ഇപ്പൊ സോഷ്യൽ മീഡിയക്ക് ഒരുപാട് വ്യാപകമായ ശേഷമാണ് ഈ സൈബർ അറ്റാക്ക് സിനിമാ താരങ്ങൾക്കെതിരെ കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോ ഒരു കറന്റ് ജനറേഷനിലുള്ള കുറച്ച് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇപ്പൊ സൈബർ അറ്റാക്കിനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് സമീപിക്കുന്ന കണ്ടിട്ടുണ്ട്. ഭയങ്കര മെച്ചുവേർഡ് ഇപ്പൊ ആസിഫ് അലിയെ പോലുള്ള ആളുകൾ, പൃഥ്വിരാജിനെ പോലുള്ള ആളുകളൊക്കെ വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ വരുമ്പോഴും വളരെ ബ്രില്യൻ്റ് ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം നസ്ലന്റെ കാര്യത്തിലാണെങ്കിലും ചില കേസസിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ ആളുകൾ എന്തായിരുന്നു അത്? റിവ്യൂ ആണ്. ഇപ്പൊ റീസെന്റ് ഒരു ആരാധകനുമായിട്ട് തോൾ കഴിയുന്ന ഒരു ഇൻസിഡന്റ് ഈ ഒരു സമയത്താണ് അത് സോഷ്യൽ മീഡിയയിലൊക്കെ പൊങ്ങി വന്നത്. Okay. നസ്ലൻ എങ്ങനെയാണ് ഈ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പൊങ്ങി വരുന്ന ആരോപണങ്ങളെയും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്? അല്ല, നമുക്ക് പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ മാത്രം പ്രതികരിച്ചാൽ പോരെ. വെറുതെ അനാവശ്യമായിട്ട് വെറുതെ നമ്മൾ പ്രതികരിക്കണ്ടല്ലോ. ഞാൻ എൻ്റെ പ്രതികരണം ഓൾറെഡി ആ വീഡിയോയിൽ കണ്ടതാണ്. എനിക്കതേ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ ആ റൈറ്റ് സമയത്ത് പ്രതികരിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി പിന്നെ ഒരു എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഞാൻ പറയാതിരുന്നത്. അപ്പോൾ അത് Almost എല്ലാവരെയും സംബന്ധിച്ച് നമ്മളിപ്പോ ഒരു കുറച്ച് ഫെയിം ഒക്കെ ആയി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളുടെ എല്ലാം ഉള്ളിൽ ആ ഒരു കുറച്ച് കോൺഷ്യസ് ആയിരിക്കും. അഹങ്കാരിയായതാണോ? മൊത്തത്തിൽ എല്ലാവരും പറയുന്നത് അതാണല്ലോ. നെസ്ലിൻ ഒരിക്കലും അഹങ്കാരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സ്വാർത്ഥനാണെന്നും പറയാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നു ലിയോ പോലൊരു സിനിമയിൽ മാത്യൂസ് വിജയുടെ മകനായി വന്നപ്പോഴത്തേക്കും കിട്ടിയൊരു മൈലേജ് വേറെയായിരുന്നു. നെസ്ലിന് വേണമെങ്കിൽ അതുപോലൊരു വഴി ഓപ്റ്റ് ചെയ്യായിരുന്നു, ഗുഡ് ബാഡ് അഗ്ലി അല്ലേ. അജിത് മൂവിയിലേക്ക് ഈ സിനിമ നടക്കുമ്പോൾ തന്നെ ഒരു വിളി വന്നതായിരുന്നു. പക്ഷെ അത് മാറ്റി വെച്ചിട്ട് ഈ ഒരു കൂട്ടത്തോട് അഭിനയിക്കുമ്പോൾ കൂട്ടത്തിനാണ് ആ ഒരു സക്സസ് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നത്. മറ്റിടത്താണെങ്കിൽ ഞാൻ അജിത്തിന്റെ പടം ചെയ്തു എന്ന് പറയാൻ പറ്റുമായിരുന്നു അല്ലേ. ആ ഒരു സാധനത്തിനോട് നോ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു റിഗ്രറ്റ് ഉണ്ടോ? ഇല്ല, ആക്ച്വലി എനിക്ക് അജിത് സാറിനെ കാണണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനു വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തു ഞങ്ങളെല്ലാവരും. അപ്പോൾ ഓൾറെഡി അതിന് വേണ്ടിയിട്ടൊരു 8 മാസത്തോളം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു. അതിനുവേണ്ടി വർക്കിംഗ് ഹാർഡാണ്. അപ്പോൾ എനിക്ക് ഇത് ചൂസ് ചെയ്യാനാണ് തോന്നിയത്. ആ സിനിമയിലേക്ക് ഏത് ക്യാരക്ടറിനേക്കാ സ്പെസിഫിക്കലി വിളിച്ചത്? എനിക്ക് മകൻ്റെ ക്യാരക്ടർ, അജിത് സാറിന്റെ മകൻ. അജിത് സാറിൻ്റെ മകൻ. നെസ്ലൻ ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ പൊതുവേ കാണുന്നത് ഒരു കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത്. പക്ഷെ ജിംഖാനയിൽ വന്നപ്പോഴത്തേക്ക് നെസ്ലൻ അറുമാദിച്ച് ചെയ്ത ഒരു റോൾ കൂടിയാണിത്. കുറെ നാളുകൾക്ക് ശേഷം ഒന്ന് ആറാടുകയാണ്. അപ്പോ ഇനി എക്സ്പെരിമെന്റ് ചെയ്യണം അല്ലെങ്കിൽ പരീക്ഷിക്കണം എന്ന് തോന്നുന്ന കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടോ? ഇല്ല, ഞാനങ്ങനെ പ്രീ പ്ലാൻ ചെയ്ത് ഇന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ അടുത്ത സിനിമയിൽ ഇങ്ങനത്തെ തരം ക്യാരക്ടർ ആയിരിക്കണം എന്നൊന്നും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടൊന്നുമല്ല പോകുന്നത്. വരുന്ന കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അതിലത്തെ ക്യാരക്ടേഴ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് എൻ്റെ ഒരു പാറ്റേൺ ചൂസ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ. അപ്പോൾ ഇനിയും നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചെയ്യാത്ത തരത്തിലുള്ള ഇതുപോലുള്ള ചെയ്തതാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് ഈ ഇൻട്രോവേർട്ട് ആണെങ്കിലും എക്സ്ട്രോവേർട്ട് ആണെങ്കിലും എന്താണെങ്കിലും എന്നെ ആ ക്യാരക്ടർ എക്സൈറ്റ് ചെയ്യിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. നെപ്പോട്ടിസത്തെ കുറിച്ച് അവെയർ ആയതുകൊണ്ട് അച്ഛൻ്റെ പേര് പോലും പറയാണ്ട് കാസ്റ്റിങ്ങിലും ഓഡീഷനിലും ഒക്കെ ചാടി കയറിയ ഒരു നായിക നമുക്ക് ഇവിടെ ഉണ്ട്. അറിയേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്ത്രീകൾക്കെതിരെ വരുന്ന കുറേ ആക്രമണങ്ങളുണ്ട്. സിനിമ ഫീൽഡ് ആകുമ്പോഴാണ് അത് കുറേ കൂടെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. എല്ലാ ഫീൽഡിലും ഉള്ളൊരു കാര്യം തന്നെയാണ്. ഈ സിനിമയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സിനിമയിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു വേഴ്സറ്റൈൽ ആക്ടർ എന്നുള്ള രീതിയിൽ അച്ഛൻ തന്ന ഉപദേശവും ഒരു കൺസേൺഡ് ഫാദർ എന്നുള്ള രീതിയിൽ അച്ഛൻ തന്ന ഉപദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? സത്യം പറഞ്ഞ ഉപദേശങ്ങളോ ഒന്നും തന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് വരുമ്പോൾ അച്ഛൻ ആകെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ട്രൈ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഓഡീഷന് കൊടുക്ക്, ട്രൈ ചെയ്ത് ഇത്രയും നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ഇപ്പോൾ ഇതിൽ കിട്ടാൻ ചാൻസ്, അതാ അച്ഛൻ ആദ്യം പറഞ്ഞത്, കിട്ടാൻ ചാൻസേ ഇല്ല, 100 കണക്കിന് ആൾക്കാർ കൊടുക്കുന്നതിൽ ഒരാൾ മാത്രമാണ് ഞാൻ, ട്രൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയും കിട്ടിയാൽ ഒരു ബിഗസ്റ്റ് ഇതിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനില്ല. ഒരു ഡെബ്യൂ ഇത്രയും നല്ല കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്, നല്ലൊരു സ്റ്റാർട്ടാണ്. അപ്പോൾ കിട്ടിയാൽ നിനക്ക് നല്ലൊരു ഇതായിരിക്കും, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ട്രൈ ചെയ്തു ആ ഇതിൽ, അങ്ങനെ അത്രയൊക്കെ ഉപദേശം തന്നിട്ടുള്ളൂ. പിന്നെ അച്ഛനും അറിയാം ഇത് ഇവിടെ സേഫ് ആയിരിക്കും എന്നുള്ളൊരു ഫീലിംഗ് അച്ഛനും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അങ്ങനെ ഒരു കൺസേൺ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഉറപ്പായിട്ടും പറഞ്ഞിരുന്നേ, ഇപ്പം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നേനെ എന്ന് തോന്നുന്നു. കാരണം അച്ഛനും മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും ഇവരുടെ കൂടെ ഞാൻ ഓക്കെ ആയിരിക്കും, ഈ ഒരു ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ ഞാൻ 100% എൻജോയ് ചെയ്യായിരിക്കും എന്ന് അച്ഛനും തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ഉപദേശം തരേണ്ടതാണ്, പക്ഷെ ഒന്നും തന്നിട്ടില്ല. ഐ തിങ്ക് ഹി ന്യൂ ദാറ്റ് ഐ വുഡ് ഫിറ്റ് ഇൻ വിത്ത് ദം. സിനിമാ വിശേഷങ്ങൾ നമ്മൾ ചോദിച്ചു. സെറ്റിൽ നിന്നുണ്ടായ മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് പറഞ്ഞേ.
there are many experiences. ഇപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ട് അഭിനയിച്ച കുറച്ച് പെൺകുട്ടികളുണ്ടായിരുന്നു ഹു ഹാഡ് കം. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വാനിറ്റിയിലിരിക്കുമ്പോൾ വി ആർ ഓൾമോസ്റ്റ് ലൈക്ക് 7, 8, 9 of us who are together. സോ ഞങ്ങൾ അവിടെ ചെയ്യുന്ന എന്താ പറയുക ആക്ടിവിറ്റീസ്, വി ഡാൻസ്, വി സിങ്, വി ടോക്ക്, അതൊക്കെ ഇറ്റ്സ് വെരി മെമ്മറബിൾ. സം ഓഫ് us have become really close friends also, I think. So I would say that is the most memorable thing that I'll take back home. സന്ദീപാണ് പിന്നെ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തത്. സന്ദീപ് അവർ ഓൾറെഡി പറഞ്ഞു ഇതിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചും. സന്ദീപ് ഹാപ്പി ആയിരുന്നു, അടിപൊളിയായിരുന്നു ഇത്രയും വർഷം എല്ലാവരുടെ. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ പഠിക്കാൻ പറ്റിയ കുറച്ച് പാഠങ്ങൾ പറഞ്ഞേ. പാഠങ്ങൾ എന്ന് പറയുന്നേക്കാൾ ഇതൊരു മൊത്തത്തിലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ ഒരു ട്രഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതൊരു സിനിമയുടെ ഏത് ആസ്പെക്റ്റിൽ നോക്കിയാലും, ഇപ്പം അഭിനയം എന്നുള്ള രീതിയിലാണെങ്കിലും, നമ്മൾ ഫിസിക്കലി ഹാർഡ് വർക്ക് ചെയ്യുന്ന രീതിയിലാണെങ്കിലും, പിന്നെ മെൻ്റലി നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലാണെങ്കിലും, കോൺഫിഡൻസ് ആണെങ്കിലും, ആങ്ഷ്യസ് ആയിട്ടുള്ള മൊമെൻ്റ് ആണെങ്കിലും, അപ്പോൾ എല്ലാ രീതിയിലുള്ള ഒരു മൊമെൻറ്റ്സും ഈ സിനിമയിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഞാൻ എന്നുള്ള മാത്രമല്ല, എല്ലാവരും കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നമ്മൾ ടാക്കിൾ ചെയ്തിട്ടാണ് സിനിമ ഒരു 100 ദിവസം ഷൂട്ട് ചെയ്യുകയും 5 മാസം നമ്മൾ ട്രെയിൻ ചെയ്യുകയും ചെയ്തത്. അപ്പം ഓരോ മൊമെൻറ്റും നമ്മൾ മാറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റിന് സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമ എപ്പോഴും സിനിമയിൽ അഭിനയിച്ച് സിനിമ എന്നുള്ള സ്വപ്നം കാണുന്ന വല്ല പണിക്ക് പോക്കൂടെ? ഇത് പണ്ട് കാലത്ത് കേട്ടിരുന്ന ചോദ്യമാണ്. പക്ഷേ സിനിമ ഒരു അടിപൊളി പ്രൊഫഷൻ ആണെന്നുള്ളത് ഇപ്പോഴത്തെ ആൾക്കാരും വീട്ടുകാരും റിയലൈസ് ചെയ്യുന്ന ഒരു മൊമെന്റും കൂടിയാണ്. പക്ഷേ ഇങ്ങനൊരു ചോദ്യം കേട്ട് ഒരിടവേളയിൽ സിനിമ എന്നുള്ള സ്വപ്നം സാക്രിഫൈസ് ചെയ്ത് വേറെ പണിക്ക് പോയ ആരെങ്കിലും ഉണ്ടോ? പിന്നെ സിനിമയിലേക്ക് ഒരു കംബാക്കും? ഞാനങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ കുറച്ച് കാലം ഇവിടെ കൊച്ചിയിലൊക്കെ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, കൊച്ചിയിലൊക്കെ അങ്ങനെ സിനിമ അന്വേഷിച്ച് 1-2 സിനിമ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഖത്തറിലാണ് ഞാൻ പോയത്. ഖത്തറിലെ ജോലിക്കായിട്ട് പോയി, പിന്നെയും തിരിച്ചു വന്ന്, പിന്നെ ഗുജറാത്തിൽ പോയി, അവിടെ 2 മാസം ജോലി ചെയ്ത്, അവിടെ നിന്ന് പിന്നെയും തിരിച്ചു വന്ന്, പിന്നെ വേറെ പോയിട്ടില്ല. അതാണ് ഇതിൻ്റെ നിർത്തിപ്പോയത്. അങ്ങനെ ആയിരുന്നു. ഇങ്ങനെ സിറ്റുവേഷൻ കൊണ്ട്, നമുക്ക് നമ്മുടെ ഫാമിലി, നമ്മുടെ സറൗണ്ടിങ്സിലുള്ള സിറ്റുവേഷൻ കൊണ്ട് അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഓക്കെ ആയി, പിന്നെ അങ്ങനെ തിരിച്ചു വന്നു. ടൈമിന്റെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. സോ നമുക്ക് മൂളിപ്പാട്ട് ലാസ്റ്റ് പാടിത്തരാം. പാട്ടും കൂടി പാടിയിട്ട് മൂളിപ്പാട്ടോടെ എല്ലാരും കൂടെ പാടും. അതെ, സംഘഗാനം. മൂളിപ്പാട്ട് ഏതാ? നിങ്ങളൊരു പാട്ട് പറയാം, അപ്പൊ ഞങ്ങളത്. അതെ, അല്ല, ഒരു പാട്ട് പറഞ്ഞാൽ ഞങ്ങളത് പാടാം എല്ലാവരും കൂടെ. ബേബിജീന്റെ തന്നെ ഏതെങ്കിലും ഒരു മാസ്റ്റർ പീസ് പാടിക്കോ. ഒരു പിക്കപ്പ് ലൈനും കൂടെ ഓർത്ത് വെക്കണേ. കാർത്തിയാണ് ഏറ്റവും നല്ല മെലഡി കണ്ടുപിടിക്കും. ഒരു പാട്ട് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ, ഇത്രയും ഇന്റർവ്യൂസ് കഴിഞ്ഞു, പടത്തിന്റെ സക്സസ് എല്ലാം കൂടെ ചേർത്തൊരു സ്വന്തം ലൈഫിനെ ഇപ്പൊ ഒന്ന് മോണിറ്റർ ചെയ്താൽ ആ ഒരു നിൽക്കുന്ന ഒരു ഫെയിം എല്ലാം കൂടെ വെച്ചിട്ട് ഒരു 4 പിക്കപ്പ്, 4 വേരി സത്യമായിട്ട് ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കേണ്ട കാര്യമല്ല. അത് അല്ല സക്സസും ലൈഫിന്റെ കാര്യമൊക്കെ വെച്ച് പിക്കപ്പ് ലൈനൊക്കെ അതിവിടെ കിടക്കുന്നു, ഇതിവിടെ അവിടുന്ന് വന്നിട്ട് ഇങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ വന്നത് ഇതൊക്കെ വഴിയാണ്. പക്ഷെ സ്റ്റിൽ ഓരോന്നിനോ ടൈം ഉണ്ടല്ലോ. പണ്ട് നമ്മൾ പാമ്പേഴ്സൊക്കെ യൂസ് ചെയ്യും, പക്ഷേ പ്രായമാകുമ്പോൾ അത് മാറ്റുമല്ലോ. Thank you so much, team. Thank you.